നല്ല കാലം ആവർത്തിക്കുകയും കെട്ടകാലങ്ങൾ തിരസ്കരിക്കുകയും ചെയ്യുവാനുള്ള കരുത്താണ് മനുഷ്യനുണ്ടാവുന്നത്. എന്നാൽ ഇപ്പോൾ ചില ആളുകൾ പറയുന്നത് നല്ല കാലം ആവർത്തിച്ചാൽ അത് നാശമായി പോകുമെന്നൊക്കെ പറയുന്നുണ്ട് അല്ലേ. നല്ല കാലം ആവർത്തിച്ചാൽ മോശമാണ്. എൻ്റെ മകൻ 8ാം ക്ലാസ്സിൽ നല്ല വിജയം നേടി, നല്ല മാർക്കുണ്ടായി. 9ാം ക്ലാസ്സിലും നല്ല മാർക്കുണ്ടായി. ഇനി തുടർന്ന് 10ാം ക്ലാസ്സിലും അവന് നല്ല മാർക്ക് കിട്ടിയെങ്കിൽ അവൻ അഹന്തയുള്ളവനായി തീരും. അതുകൊണ്ട് 10ാം ക്ലാസ്സിൽ അവനെ ഞാൻ തോൽപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നു എന്ന് പറയുന്ന ബുദ്ധിജീവികളാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഉണ്ടാവുന്നത് അല്ലേ. അങ്ങനെയുള്ള ബുദ്ധിജീവികളാണ്. നല്ല കാലങ്ങൾ ആവർത്തിക്കപ്പെടണ്ടേ. എന്നാൽ നല്ല കാലത്തിലും ചില കരടുകൾ ഉണ്ടെങ്കിൽ ആ കരടുകൾ എടുത്തു കളയാനും കഴിയണം. പക്ഷെ കരട് എടുത്തു കളയാൻ വേണ്ടി, എലിയെ കൊല്ലാൻ വേണ്ടി ഇല്ലം ചുടണം എന്ന് പറയുന്ന ഒരു അന്തരീക്ഷം നമ്മുടെ സംസ്കാരത്തിന് പറ്റില്ല. 60 ലക്ഷം ക്ഷേമ പെൻഷൻ ആളുകൾക്ക് ദിവസം 67 റുപ്യ കൊടുക്കുന്നില്ലേ? അതൊരു വലിയ സംഭവമല്ലേ? അതൊന്നും എനിക്ക് കേൾക്കണ്ട. എനിക്ക് അഹന്തയുള്ള ജനാധിപത്യം വളരരുത്. അതുകൊണ്ട് അടുത്ത തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുന്നു. ഈ പെൻഷൻ കൊടുത്താന്നും എനിക്ക് വിഷയമല്ല. എങ്ങനെയാ സച്ചി മാഷക്ക് എങ്ങനെ പറയാൻ തോന്നിയത്? ഈ പാവപ്പെട്ടവർക്ക് പെൻഷൻ തുടർന്ന് കിട്ടുമോ? 18 മാസം കുടിശ്ശിയാക്കി വെച്ചവരാണോ? കേരളത്തിൽ 10 വർഷം ഒരു മഹാദുരന്തം, 10 വർഷമായിട്ട് കേരളത്തിൽ ഒരു മഹാദുരന്തങ്ങൾ, 5 ദുരന്തങ്ങൾ അനുഭവിക്കുക. 1 കോവിഡ്, 2 നിപ്പ, 3 പ്രളയം, 4 ഉരുൾപൊട്ടല്, 5 കേന്ദ്രത്തിലെ ഭരണം. അത് കേരളത്തിന്റെ ദുരന്തമാണ്. ഉമ്മൻചാണ്ടി ഭരിക്കുന്ന കാലത്ത് കേന്ദ്രത്തിൽ ഇവരല്ല, പദ്ധതി വിഹിതം ഉണ്ടായിരുന്നു. ബാലഗോപാലൻ മിനിസ്റ്റർ കേരളത്തിൽ അവതരിപ്പിക്കുന്ന ബജറ്റിൽ ഇനി തിരുവനന്തപുരം കോർപ്പറേഷന് പൈസ വെക്കൂലേ? ബജറ്റ് വിഹിതത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ വേറെ പാർട്ടി ഭരിക്കുന്നത് കൊണ്ടായി പൈസ വെക്കാതിരിക്കുന്നാൽ എങ്ങനെയുണ്ടാവും? അതേപോലെ ആ തോന്നിയാസല്ലേ നിർമ്മലാ സീതാരാമന്റെ ബജറ്റ്. നിർമ്മലാ സീതാരാമന്റെ ബജറ്റിൽ കേരളം ഇല്ലല്ലോ, ആമമുട്ടയല്ലേ ഉള്ളൂ. കേരളം ഇല്ലല്ലോ. കേരളത്തിൽ പകുതി പഞ്ചായത്തുകൾ UDF ഭരിക്കുകയല്ലേ. അപ്പൊ LDFന്റെ ഗവൺമെന്റ് ആ പഞ്ചായത്തുകൾക്ക് പദ്ധതി വീതം കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ എന്ത് തോന്നിയാസാണ്? ഈ കേരളം ചെയ്ത അപരാധം എന്താണ്? കേരളം വളർന്നു എന്ന കുറ്റമാണ്. കേരളം വളർന്നുപോയി എന്ന കുറ്റമാണ്. ആ കുറ്റത്തിന് കേരളത്തെ ശിക്ഷിക്കുന്നതാണ് ഇപ്പോൾ ഇന്ത്യ രാജ്യത്ത് നടക്കുന്ന ഏറ്റവും വലിയ സാംസ്കാരിക വിരുദ്ധ പ്രവർത്തനം. അതിനെ നേരിടണം. ഈ കേരളത്തിലെ ജനതയെ കൂടെ നിർത്താൻ കഴിയണം. മറ്റു ഭരണത്തിന്റെ പ്രക്രിയകളോ അതിന്റെ വിഷയങ്ങളൊക്കെ അതൊക്കെ വേറെ. മെയിൻ പ്രശ്നം ഇതാണ്. അപ്പൊ കാതെടുത്ത് കമഴ്ത്തി വെക്കുക. ലോകത്ത് എന്ത് സംഭവിച്ചാലും എനിക്കിതൊന്നും കേൾക്കേണ്ടതില്ല.